നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. നിയമത്തിൽ ഒട്ടേറെ ഇളവുകൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ. തൊഴിലാളികൾക്ക് അനുകൂലമായ വകുപ്പുകളാണ് ഏറെയും കൂട്ടിച്ചേർത്തിട്ടുള്ളതും. ഇത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് ഗുണകരം തന്നെയാണ്. എന്നാൽ അഴിമതി ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കാൻ സൗദി തയ്യാറല്ല. സൗദിയിൽ അഴിമതി വിരുദ്ധ നിയമം കൂടുതൽ കർക്കശമാണ്. കൈക്കൂലി വാങ്ങുകയോ നൽകുകയോ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ തന്നെയാണ് സർക്കാർ എന്നും എടുത്തിട്ടുള്ളത്. കോഴ വാങ്ങുന്നതും നൽകുന്നതും സൗദി നിയമപ്രകാരം ശിക്ഷാർഹമാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കണമെന്ന് പൊതുജനങ്ങളോടും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരം നൽകുന്നവർക്ക് പിടിച്ചെടുക്കുന്ന കോഴപ്പണത്തിന്റെ പകുതി പാരിതോഷികമായി നൽകുകയും ചെയ്യും. സൗദിയിൽ അഴിമതി സംബന്ധമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പൌരന്മാരും താമസക്കാരുമായ 166 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. 7 മന്ത്രാലയങ്ങളിൽ ജോലി ചെയ്തിരുന്നവരാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്ന് രാജ്യത്തെ അഴിമതി വിരുദ്ധ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 ഏപ്രിലിൽ നിരവധി ക്രിമിനൽ അഡ്മിനിസ്ട്രേറ്റീവ് കേസുകളാണ് അതോറിറ്റിക്ക് കീഴിലെ സംഘം അന്വേഷിച്ചിരുന്നത്. 1790 പരിശോധനകൾ നടത്തി. ആഭ്യന്തരം, പ്രതിരോധം, നാഷണൽ ഗാർഡ്, നീതിന്യായം, ആരോഗ്യം, മുനിസിപ്പൽ, റൂറൽ അഫയേഴ്സ്, ഹൌസിംഗ്, മാനവ വിഭവശേഷി, സാമൂഹിക വികസനം എന്നീ മന്ത്രാലയങ്ങളിലെ 268 പ്രതികളെയാണ് ചോദ്യം ചെയ്തത്. ഇതിൽ 66 പൌരന്മാരെയും താമസക്കാരെയും ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ച് അറസ്റ്റ് ചെയ്തതായും അതോറിറ്റി പറഞ്ഞു. കൈക്കൂലി, ഓഫീസ് സ്വാധീനം ദുരുപയോഗം ചെയ്യൽ, വ്യാജരേഖ ചമയ്ക്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായവർ. ചിലരെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുമുണ്ട്. കോഴ വാങ്ങുന്നതും നൽകുന്നതും സൗദി നിയമപ്രകാരം ശിക്ഷാർഹം തന്നെയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ബന്ധപ്പെട്ടവരെ ഉടൻ തന്നെ അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വിവരം നൽകുന്നവർക്ക് കോഴപ്പണത്തിന്റെ പകുതി പാരിതോഷികമായി നൽകുന്നതിനാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതരെ അറിയിക്കുന്നതിന് ജനങ്ങൾക്കും താൽപര്യമേറിയിട്ടുണ്ട്. അറസ്റ്റിലായവരെ നിയമ നടപടികൾക്ക് ജുഡീഷ്യറിക്ക് റഫർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി അവർക്കെതിരായ വേണ്ട നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് അതോറിറ്റി സൂചിപ്പിച്ചു. പിടിയിലായവരെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാടുകടത്തുകയും ചെയ്യും. നുഴഞ്ഞുകയറ്റക്കാർക്ക് വാഹന സൗകര്യവും പാർപ്പിടം, ജോലി ഉൾപ്പെടെ മറ്റ് സൗകര്യങ്ങൾ എന്തെങ്കിലും നൽകുന്നത് വലിയ ക്രിമിനൽ കുറ്റകൃത്യമാണെന്ന് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേസിൽ പിടിക്കപ്പെട്ടാൽ 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും, വാഹനങ്ങളും കെട്ടിടങ്ങളും ജപ്തി ചെയ്യുകയും ചെയ്യും. ഇവരുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ പ്രതികളുടെ ചെലവിൽ തന്നെ പരസ്യപ്പെടുത്തുകയും ചെയ്യും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മക്ക, റിയാദ് മേഖലകളിലെ ടോൾ ഫ്രീ നമ്പറായ 911-ലും രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലുള്ളവർ 999 അല്ലെങ്കിൽ 996 എന്ന നമ്പറിലും റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.